പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. സ്വാസികയാണ് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. വെൽക്കം ടു ദ ഷോ ചേച്ചി. താങ്ക് യു. സാറിനെ കണ്ടില്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? കാച്ചി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഡയലോഗാണ്. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. ഈ കിടപ്പ് നല്ല കമ്പിയാണല്ലേ. ചേച്ചിക്ക് അപ്പൊ ഇതിങ്ങനെ ഒരു എ ഫിലിം ആണെന്ന് അറിഞ്ഞിട്ട് അതായതാണോ അത്? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എ ഫിലിം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. എന്തുകൊണ്ടാ ചേട്ടാ അപ്പൊ സ്വാസിക ചേച്ചീനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാരണം? അത് ഉത്തരം പറ. അത് പറങ്ങട് ഈ ഓവർ ആക്ടിങ് ഉണ്ട്. ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞു. ഒരു കാര്യം ക്ലിയർ ചെയ്യാം. ഇപ്പൊ ഞാനൊരു അഡൾട്ടാണ്. അതിന് കാശുവല്ലോ അല്ല. ഇന്റർവ്യൂ ചെയ്യുന്ന മീനാക്ഷി ഒരു അഡൾട്ടാണ്. അതിനൊന്നും ഇല്ലേ? അപ്പൊ നമുക്കൊരു അഡൾട്ട് ഫിലിം കാണുന്നതിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ഇനി അങ്ങനെ പറയും ഞാൻ വെള്ളം അടിച്ചെന്ന്. അതെ, എന്നെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലോണം ഇത് അറിയാം. ക്യാമറ ട്രിക്ക് ആണോ? ഇത് എന്താണ് അങ്ങനെ പറയൂ ചേച്ചി. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. ക്യാമറ ട്രിക്ക് അല്ല, റിയൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ.